ഗുഡ് മോർണിംഗ് എവറിബഡി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വിജയനഗര സൊസൈറ്റി, എക്കണോമി ആൻഡ് കൾച്ചർ. വിജയനഗര കാലഘട്ടത്തിലെ സാമൂഹികാവസ്ഥ, സമൂഹം, സമ്പദ് വ്യവസ്ഥ, സാംസ്കാരിക സംഭാവനകൾ. വിജയനഗര ഭരണ കാലഘട്ടം അഥവാ 14-15 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമൃദ്ധിയുള്ള, അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ് വിജയനഗര ഭരണകാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇവിടെ സന്ദർശിച്ച യാത്രികർ, അതാ വിദേശ സഞ്ചാരികൾ നൽകുന്ന വിവരണങ്ങളിലൂടെ അത് അംഗീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് ഈ കാലഘട്ടത്തിലെ സഞ്ചാരികൾ കൃത്യമായി നൽകുന്നുണ്ട്. വിജയനഗര കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അത് തുംഗഭദ്ര നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തുംഗഭദ്ര നദിയുടെ തടങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്താണ് ഹംപി, വിജയനഗരം സ്ഥിതി ചെയ്തിരുന്നത്. ഇനി വിദേശ യാത്രികരുടെ വിവരണങ്ങൾ. വിജയനഗര കാലഘട്ടത്തിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സവിശേഷതകൾ കൃത്യമായി മനസ്സിലാക്കുന്നത്, അതിന്റെ അറിവുകൾ കിട്ടുന്നത് പ്രധാനമായും വിജയനഗര കൊട്ടാരത്തിൽ സന്ദർശിച്ച, വിജയനഗര കാലഘട്ടത്തിൽ ഇവിടെ സന്ദർശിച്ച ചില സഞ്ചാരികളുടെ സഞ്ചാര കുറിപ്പുകളിൽ നിന്നാണ്, അവരുടെ വിവരണങ്ങളിൽ നിന്നും. ഇബൻ ബത്തൂത്ത മൊറോക്കൻ യാത്രികനാണ്. അദ്ദേഹം ഹരിഹര ഒന്നാമന്റെ കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചു. നിക്കോളോ കോണ്ടി ദേവരായരുടെ കൊട്ടാരത്തിൽ സന്ദർശിച്ച ആളാണ്. അബ്ദുൾ റസാഖ് പേർഷ്യൻ യാത്രികനായിട്ടുള്ള ആള് ദേവരായ രണ്ടാമന്റെ കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അത്തനേഷ്യസ് നികിതിൻ റഷ്യൻ സഞ്ചാരിയാണ്. അദ്ദേഹം ബാമനി, ഇതേ കാലഘട്ടത്തിൽ വിജയനഗര കാലഘട്ടത്തിൽ തൊട്ടടുത്തുള്ള ഒരു സാമ്രാജ്യമാണ് ബാമനി സാമ്രാജ്യം. അവിടുത്തെ മുഹമ്മദ് തേർഡിന്റെ കൊട്ടാരത്തിൽ സന്ദർശിച്ച എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ സഞ്ചാരിയാണ് അത്തനേഷ്യസ് നികിതിൻ. ദെൻ ഡൊമിംഗോ പിയസ് ഫെർണാവോ നൂണിസ് തുടങ്ങിയിട്ടുള്ള എഴുത്തുകാര് അല്ലെങ്കിൽ സഞ്ചാരികൾ, പോർച്ചുഗീസ് സഞ്ചാരികൾ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ സന്ദർശിച്ച ആളുകളാണ്. ഇനി ഇതിന്റെ സാമൂഹിക ജീവിതം. ഇവിടെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പം അതുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ശ്രേണീബദ്ധമായ സാമൂഹിക ഘടനയുള്ള സംവിധാനമാണ്. ബ്രാഹ്മണന്മാര് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു. അവര് പുരോഹിത വിഭാഗമാണ്. ദെൻ അതിന്റെ താഴെ ക്ഷത്രിയ വിഭാഗം, അവര് പടയാളികളും ഭരണകർത്താക്കളും ഒക്കെ ആയിരുന്നു. ദെൻ പിന്നീട് വൈശ്യന്മാര്, അവര് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ കച്ചവടക്കാരും ഒക്കെയാണ്. ദെൻ ഏറ്റവും താഴേക്കിടയിൽ ശൂദ്ര വിഭാഗം, അവര് അടിമകളായിരുന്നു. അല്ലെങ്കിൽ മറ്റു 3 വിഭാഗങ്ങളെയും സഹായിച്ച, അല്ലെങ്കിൽ അവരുടെ ജോലികളെല്ലാം ചെയ്തിരുന്ന ലേബർ ഗ്രൂപ്പാണ് ശൂദ്രൻ. ഈ ഒരു തരത്തിലുള്ള കാസ്റ്റ് സിസ്റ്റം വിജയനഗര കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. അതോടൊപ്പം ശൈശവ വിവാഹം, ബഹുഭാര്യത്വം, സതി സമ്പ്രദായം. സതി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ അതേ ചിതയിൽ തന്നെ ഭാര്യയും ആത്മാഹുതി ചെയ്യണം എന്നുള്ള ഒരു ആചാരം. അതൊക്കെ വിജയനഗര കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനമായും അറിവ് നൽകുന്ന ഒരു കൃതിയാണ് മനുചരിതം. അല്ലാസനി പെടണ എന്ന് പറയുന്ന വിജയനഗര കൊട്ടാരത്തിലെ പ്രഗത്ഭനായ സാഹിത്യകാരന്റെ കൃതിയാണ്. ഇതിനകത്ത് ഈ 4 കാസ്റ്റ് ഗ്രൂപ്പിനെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. വിപ്രുലു അഥവാ ബ്രാഹ്മൺസ്, രാജുലു അഥവാ ക്ഷത്രിയൻ, ദെൻ മുദികരാതുലു വൈശ്യാസ്, നളവജാതി വരു ശൂദ്രാസ്. ഇങ്ങനെയുള്ള 4 കാസ്റ്റുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. വിദേശ വിജയനഗര പട്ടണത്തിലെ ജനങ്ങളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് വൈദേശിക യാത്രികര് വിവരണം നൽകുന്നുണ്ട്. വലിയ പട്ടുവസ്ത്രങ്ങൾ അല്ലെങ്കിൽ പരുത്തി വസ്ത്രങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ജനങ്ങൾ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ പെർഫ്യൂംസ്, പൂക്കൾ ഒക്കെ അവര് അണിഞ്ഞിരുന്നു. ഡൊമിംഗോ പിയേഴ്സിന്റെ രചനയിൽ, അല്ലെങ്കിൽ ധനികരായ ജനങ്ങളുടെ വീടുകൾ, അവരുടെ സേവകർ ഒക്കെ കുറിച്ചുള്ള വിവരങ്ങൾ ഡൊമിംഗോ പിയേഴ്സിന്റെ കൃതിയിൽ, സഞ്ചാരക്കുറിപ്പുകളിൽ പരാമർശിക്കുന്നുണ്ട്. നിക്കോളോ കോണ്ടി, ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള നിക്കോളോ കോണ്ടി ഇവിടുത്തെ അടിമ വ്യവസ്ഥ നിലനിന്നതിനെ കുറിച്ച് പറയുന്നു. അഥവാ ജാതി വ്യവസ്ഥയുടെ ഒരു സവിശേഷത തന്നെയാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്.
അതോടൊപ്പം വിവിധ വിനോദങ്ങൾ, ഡാൻസിങ്, മ്യൂസിക് തുടങ്ങിയിട്ടുള്ള വിവിധ വിനോദങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭേദപ്പെട്ട ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ശൈശവ വിവാഹം, ബഹുഭാര്യത്വം, സതി തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങൾ സമൂഹത്തിൽ നിലനിന്നതായിട്ടും പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ സാഹിത്യ, രാഷ്ട്രീയ, സാമൂഹികമായ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ നടത്തിയതായിട്ടുള്ള രേഖകൾ പറയുന്നുണ്ട്. കുറച്ച് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിരുന്നു. ഫെർണാണ്ടോ നൂണിസിന്റെ കൃതിയിൽ, അല്ല അദ്ദേഹത്തിന്റെ സഞ്ചാരക്കുറിപ്പില്, സ്ത്രീ ജ്യോതിഷികള്, ക്ലർക്കുമാര്, അക്കൗണ്ടന്റുകള് എല്ലാം രാജാവിനെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ രാജഭരണത്തില് സഹായിച്ചിരുന്നു എന്ന് പരാമർശിക്കുന്നു. സാമ്പത്തിക അവസ്ഥയിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള ഒരു രാജ്യമായിരുന്നു വിജയനഗരം. ഭരണാധികാരികൾ കൃഷിക്ക് വലിയ പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു. ജലസേചന സൗകര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള ജലസേചന സൗകര്യങ്ങൾ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വിവിധ തരം വ്യവസായങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഖനനം, ലോഹ സംസ്കരണം, മെറ്റലർജി എന്നീ വ്യവസായങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വികസിച്ചിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളുമായിട്ട് വാണിജ്യ വ്യാപാര ബന്ധം വിജയനഗര ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യൻ പ്രദേശങ്ങളിലെ പല പ്രദേശങ്ങളുമായിട്ടും, അബിസീനിയ, അറേബ്യ, ബർമ, ചൈന, പേർഷ്യ, പോർച്ചുഗൽ തുടങ്ങിയിട്ടുള്ള പല പ്രദേശങ്ങളുമായിട്ടും വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന ആളുകളാണ് വിജയനഗരയിലെ ജനങ്ങൾ. ഇനി കല, വാസ്തുശില്പകല, കോൺട്രിബ്യൂഷൻ ടു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കലയെയും വാസ്തുശില്പകലയും വിജയനഗര ഭരണാധികാരികൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ വാസ്തുശില്പകലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ, മനോഹരമായ ക്ഷേത്രങ്ങൾ അവര് നിർമ്മിച്ചിട്ടുണ്ട്. വിജയനഗരയിലെ ഹംപിയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രത്യേക ശൈലി തന്നെ ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹസാരസ്വാമി ക്ഷേത്രം, അതോടൊപ്പം പിന്നെ വിത്തലസ്വാമി ടെമ്പിൾ തുടങ്ങിയിട്ടുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങൾ വിജയനഗര കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചവയാണ്. അതുപോലെ തന്നെ ചിത്രകല, മ്യൂസിക്, എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും രാജകീയമായ ഒരു പ്രോത്സാഹനം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷ്ണദേവരായരുടെ ഒരു ബ്രോൺസ് ഇമേജ്, വെങ്കല പ്രതിമ ഈ കാലഘട്ടത്തിന്റെ വാസ്തുശില്പകലയുടെ അല്ലെങ്കിൽ നിർമ്മാണ കലയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ സാഹിത്യത്തിനും പഠനത്തിനും വലിയ പരിഗണന വിജയനഗര ഭരണാധികാരികൾ നൽകിയിട്ടുണ്ട്. കൊട്ടാരത്തില് പണ്ഡിതന്മാരെ ആദരിച്ചിരുന്നു, അവർക്കുള്ള രക്ഷാധികാരിത്വം നൽകിയിരുന്നു. സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷയിലൊക്കെ സാഹിത്യവും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. സയൻ എന്ന് പറയുന്ന പണ്ഡിതൻ വേദങ്ങൾക്കുള്ള ഒരു കമന്ററി, ഒരു ആഖ്യാനം രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൃഷ്ണദേവരായ, വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെതായ കുറെ സാഹിത്യ സൃഷ്ടികളുണ്ട്. തെലുങ്ക് ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അമുക്തമല്യത അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. അതോടൊപ്പം സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ജാമ്പവതി കല്യാണം, ഉഷാ പരിണയം, ഇതൊക്കെ കൃഷ്ണദേവരായരുടെ കൃതികളായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അഷ്ടദിഗ്ഗജാസ് എന്ന് പറയുന്ന ഒരു സാഹിത്യ വിഭാഗം, 8 പ്രഗത്ഭ സാഹിത്യകാരന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ സദസ്സ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്നു. അപ്പോൾ ഇത്രയാണ് പ്രധാനമായും വിജയനഗര കാലഘട്ടത്തിലെ സാഹിത്യ, സാമൂഹിക, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ.